തോബിത്ത് 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ് ഒരു വൃദ്ധനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദ്യായിലെ റാഗേസിൽ ഗബായേലിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ട് പോകരുതെന്ന് റഹുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിൻ്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോട് കൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. റബാഹിൽ മുദ്ര പൊട്ടിക്കാതെ പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ 2 പേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹ ശിസുകൾ നേർന്നു. തോബിത്ത് 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിതാവായ തോബിത്ത് ദിവസം എണ്ണിക്കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാതായതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബായേൽ മരിച്ചു പോവുകയോ പണം നൽകാൻ ആരും ഇല്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായി നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായി പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട. എന്നെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. വിവാഹ വിരുന്നിൻ്റെ 14-ാം ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് റഹുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് റഹുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എൻ്റെ മാതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ റഹുവേൽ പറഞ്ഞു, നീ എന്നോട് കൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിൻ്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം. തോബിയാസ് പറഞ്ഞു. റഹുവേൽ തോബിയാസിന് ഭാര്യയായ സാറയെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യത്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്കിടവരുകയും ചെയ്യട്ടെ. ഇതാ ഞാൻ എൻ്റെ പുത്രി നിന്നെ ഭരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്.